Dear students, we shall continue the lesson or we shall continue the profile of Stephen Hawking. Please take page number 20, second paragraph. So, in the last class, we learned that Stephen Hawking he wanted to do his PhD at Cambridge. So, when he was called for the interview or when he was summoned by the interviewers, he said that if he got a first from the Oxford, he would join at Cambridge for his PhD. But anyway, we know Hawking ended up disastrously on the borderline between a first and a second. So he could not get first class. But anyway, he got the mark between a first class and a second class. Faced with a borderline result, the examiners summoned Hawking for interview and questioned him about his plans. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത്രയും കിട്ടിയില്ല. അത്രയും അതിൻ്റെ അടുത്തേക്ക് വന്നേ ഉള്ളൂ. ദ എക്സാമിനേഴ്സ് സമ്മൺഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു. ആരെ വിളിച്ചു? സമ്മൺ ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം എബൌട്ട് ഹിസ് പ്ലാൻസ്. എന്നിട്ട് ഇതിൻ്റെ പ്ലാനെക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. എന്നിട്ട് എന്താ ചെയ്ത്? And they asked him what his plans were. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്ലാൻസ് എന്താണെന്നൊക്കെ ചോദിച്ചു. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. So he was very tense, and in spite of tenseness, in spite of അർത്ഥം ഇങ്ങനെ ആയിരുന്നെങ്കിലും, അതായത് ഒരുപാട് ടെൻഷൻ ആയിരുന്നു എങ്കിലും, ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. സോ ഹി ഹാഡ് ദ ടെൻഷൻ ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് ദ ടെൻഷൻ ഉണ്ടായിരുന്നിട്ടും ഹി മാനേജ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക്. അദ്ദേഹം വളരെ ഒരു തമാശ രൂപേണുള്ളൊരു റിമാർക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയത്. ആൻഡ് ഫോർ വിച്ച് ഹി വാസ് വെരി ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ടെൻഷനൊക്കെ ആണെങ്കിലും ആ സമയത്തും വളരെ വിചിത്രമായ രസകരമായ മറുപടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് കൊടുത്തത്. ആൻഡ് വാട്ട് വാസ് ദ റിപ്ലൈ ഗിവൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്? ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുവാണെങ്കിൽ ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്. ഫസ്റ്റ് ക്ലാസ് കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കേംബ്രിഡ്ജിൽ പോവും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്. ഇനി സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഐ കനോട്ട് ഗോ ടു കേംബ്രിഡ്ജ്, ഐ ഷാൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ് തന്നെ തുടരും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗീവ് മീ എ ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഉടനെ അദ്ദേഹം പറയുകയാണ്, ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഗീവ് മീ എ ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തരും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. He got his first and he went to Cambridge. So anyway, the examiners, they felt pity on Stephen Hawking, and finally they awarded him a first class mark. So Stephen Hawking could go to Cambridge for his PhD. His first year at Cambridge was worse than that at Oxford. So we know that when he joined at Oxford, in the first 2 years, so his life was very boring, or he could not concentrate on his studies. അദ്ദേഹത്തിന് പഠിത്തത്തിലൊന്നും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. But again, when he joined at Cambridge for his PhD, he says that, or the author says that his first year at Cambridge was worse than that at Oxford. അപ്പോൾ ഓക്സ്ഫോർഡിനേക്കാൾ മോശമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം കേംബ്രിഡ്ജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ. ഹിസ് സ്ലിപ്ഷോഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സ്ലിപ്ഷോഡ് എന്ന് പറഞ്ഞാൽ കെയർലെസ് കേട്ടോ, കെയർലെസ് അശ്രദ്ധമായ. ഹിസ് സ്ലിപ്ഷോഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഈ കണക്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് അധികം
ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കേട്ടോ. ഹി വാസ് വെരി കെയർലെസ്. വളരെ അശ്രദ്ധയോടു കൂടിയാണ് കണക്കൊക്കെ പഠിച്ചത്. കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. അപ്പോൾ നമുക്കറിയാം കണക്കിൽ നമ്മുടെ സ്ഫടികം എന്ന സിനിമയ്ക്കകത്തല്ലേ നമ്മൾക്കറിയാം നമ്മുടെ മരിച്ചുപോയ തിലകൻ പറയുന്നുണ്ട് അല്ലേ, എന്താണ് ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം അല്ലേ. അപ്പം ഒരു കണക്കാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കണക്കൊക്കെ വളരെ കെയർലെസ്സായിട്ട് പഠിച്ചു. അതുകൊണ്ട് ആ ജനറൽ റിലേറ്റിവിറ്റി അദ്ദേഹത്തിന് അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. അനദർ ഫാർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം, അതിനേക്കാൾ ഭയാനകമായ ഒരു പ്രോബ്ലം എന്തായിരുന്നു? റോസ് ദെൻ. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ക്ലംസി എന്ന് പറഞ്ഞാൽ ബിക്കമിങ് ഫാറ്റ് കേട്ടോ. അതായത് ഇങ്ങനെ ശരീരത്തിന് വണ്ണം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ അധികം ശരീരത്തിന് വണ്ണം കൂടിയാൽ അർത്ഥം എന്താ? വി ഹാവ് സം ഡിസീസസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടല്ലേ. അപ്പോൾ എപ്പോഴും മെലിഞ്ഞ, നമ്മളിപ്പം പ്രത്യേകിച്ച് ബോയ്സൊക്കെ പറയാറുണ്ട് എന്താണ് 6 പാക്ക് എന്നൊക്കെ അല്ലേ, അതായത് വയറ് ഒട്ടും ഇല്ലാത്ത. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. അപ്പം തേർഡ് ഇയർ 3ാമത്തെ വർഷമായപ്പോഴത്തേനും സ്റ്റീഫൻ ഹോക്കിങ്ങിന് അമിതമായി വണ്ണം വെക്കാൻ തുടങ്ങി. ഹി ഹാഡ് ഫോളൺ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻ്റ് റീസൺ. അപ്പാരൻ്റ് മീൻസ് വെരി ക്ലിയർ, റീസൺ അർത്ഥം കാരണം. ഹി ഹാഡ് ഫോളൺ വൺസ് ഓർ ട്വൈസ്. ഇപ്പോൾ 2-3 പ്രാവശ്യം അദ്ദേഹം വീണു. ഇനി ഇതിൻ്റെ വീഴാനുള്ള കാരണം എന്നാന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാനും പാടില്ലായിരുന്നു. ദ ഫോളോയിങ് ഓട്ടം, അത് കഴിഞ്ഞുള്ള ഓട്ടം സീസൺ പ്രത്യേകം എന്താ? ഈ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന കാലമാണല്ലേ, ഓട്ടം സീസൺ കേട്ടോ, ശിശിരകാലമാണ്. അറ്റ് കേംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ് ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്. അപ്പം പിറ്റത്തെ ആ ലാസ്റ്റ് ഓട്ടം സീസൺ ആയപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഷൂ ലേസ് പോലെ കെട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്. അതുപോലെ സംസാരിക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഹിയർ കോൺട്രാക്റ്റഡ് മീൻസ് മെറ്റ് വിത്ത് കേട്ടോ. അദ്ദേഹത്തിനൊരു റെയർ അർത്ഥം വിരളമായ കേട്ടോ, വളരെ അല്ലെങ്കിൽ 10 ലക്ഷം പേർ ഉള്ളതിൽ അതിൽ ഒരാൾക്കാർക്കും വരുന്ന അസുഖമാണ് കേട്ടോ. വളരെ വിരളമായി ഉണ്ടാകുന്നൊരു അസുഖമാണ് റെയർ ഡിസീസ് അർത്ഥം അസുഖം. വളരെ വിരളമായി, വളരെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ 10 ലക്ഷമൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഈ അസുഖം ഉണ്ടാകുന്നത്. ആ ഒരു അസുഖമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഉണ്ടായത്. അതിൻ്റെ പ്രത്യേകത എന്താ? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. ദ നെയിം ഓഫ് ദ ഡിസീസ് വാസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നായിരുന്നു വളരെ റെയറായ, വളരെ വിരളമായ ഈ അസുഖത്തിൻ്റെ പേര്. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞാൽ ചികിത്സ അല്ലെങ്കിൽ പരിഹാരം കേട്ടോ. സോ ഫോർ ദിസ് ഡിസീസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ഈ അസുഖത്തിന് ചികിത്സ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ചികിത്സ ഇല്ലാത്തൊരു അസുഖമാണ്. ഇനി ഇറ്റ് കോസ്ഡ്, ഈ അസുഖത്തിന് പ്രത്യേകം എന്താ? എ ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടോ, വളരെ ഇങ്ങനെ ക്രമേണ. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നെർവ്സ് എല്ലാം ഇങ്ങനെ സംയോജിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ഇൻറ്റഗ്രേഷൻ, അതായത് കോശങ്ങൾ ഒന്നൊന്ന് അകന്നകന്ന് പോവുകയാണ്. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ്. അപ്പോൾ നമുക്ക് ആ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നട്ടലിന്, അതുപോലെ ബ്രെയിനിലെയൊക്കെ എന്താണ് കോശങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി വിഘടിച്ച് പോകുന്ന അവസ്ഥയാണ്.
അറ്റ് ഫസ്റ്റ് ആദ്യമേ ആദ്യമേ അദ്ദേഹത്തിന് അവസ്ഥ എന്തായിരുന്നു? ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിരാശ അല്ലെങ്കിൽ വിഷാദ രോഗം കേട്ടോ. ആകെപ്പാടെ മൊത്തത്തിലൊരു വലിയ നിരാശ തോന്നി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു വാട്ട് ഹി ഓട്ട് ടു ഡു. ഓട്ട് ടു ഡു മീൻസ് ഷുഡ് ഡു അല്ലേ, എന്ത് ചെയ്യണം. വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്, അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായി ഇരിക്കും എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വെർ റാദർ കൺഫ്യൂസ്ഡ് കേട്ടോ. സോ വി നോ വെൻ ഹി വാസ് ജസ്റ്റ് 8 years old he had a dream. So his dream was to become a scientist, or his dream was to become the supernova of physics. പക്ഷെ പാകപ്പാടെ when he was just 21 years old he met with a rare disease, that is amyotrophic lateral sclerosis. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ? ഡിസിൻഗ്രനേഷൻ ഓഫ് നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. സ്പൈനൽ കോഡിലെയും അതുപോലെ തലച്ചോറിലെയൊക്കെ കോശങ്ങൾ തമ്മിൽ വിഘടനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അകന്നകന്നു പോകുന്ന അവസ്ഥയാണ്. ഇത് ആകെപ്പാടെ ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. ഹി അഡ്മിറ്റഡ്, അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ്, എൻ്റെ എല്ലാ സ്വപ്നവും അസ്ഥാനത്തായി. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്. ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ രോഗം കണ്ടുപിടിക്കുക കേട്ടോ. സി ദ മെറിറ്റ് ഓഫ് എ ഡോക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഡയഗ്നോസിസ് എബിലിറ്റി അല്ലേ. അപ്പോൾ ഒരു ഡോക്ടറുടെ മെറിറ്റ് അല്ലെങ്കിൽ കഴിവെന്ന് പറഞ്ഞാൽ എന്താ? ആ രോഗം കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡയഗ്നോസിസ്. അപ്പോൾ എന്ത് അസുഖമാണ് ആ അസുഖം കൃത്യമായി കണ്ടുപിടിക്കുക. അതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലേ. ആദ്യമേ അസുഖം കണ്ടുപിടിക്കുക ആൻഡ് ട്രീറ്റ് അക്കോർഡിംഗ്ലി, എന്നിട്ട് അതിന് ശേഷം ആ അസുഖത്തിന് ചികിത്സിക്കുക. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ അസുഖമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നിരാശ തോന്നി, വളരെ വിരസത തോന്നി. There did not seem to be anything worth doing അല്ലേ. ഒരു കാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല കേട്ടോ. വർത്ത് ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഒരു കാര്യവും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എന്നാ? ഹി വാസ് ഡീപ്ലി ഡിപ്രസ്ഡ് അല്ലേ, ഭയങ്കര നിരാശനായി മാറി. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ, ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഉടനെ തിരിച്ചു വരികയും ചെയ്തു. I dreamt that I was going to be executed. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നല്ലേ, ഇപ്പം കോടതിയിലേക്കാണ് എന്താ ദ പ്രസണർ വിൽ ബി എക്സിക്യൂട്ടഡ് അല്ലേ. ദ പ്രസണർ വിൽ ബി എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ തടവുകാരനെ വധിക്കുക അല്ലെങ്കിൽ തൂക്കിലേറ്റ് കേട്ടോ. ഇപ്പം ഇവിടെ ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്, വിച്ച് മീൻസ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്നുള്ള സ്വപ്നമാണ് ആര് കണ്ടത്? സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടത്. ഐ സഡൻലി റിയലൈസ് ദാറ്റ് ദെയർ വെയർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഏകലും മരിക്കാൻ പോവുകയല്ലേ, വർത്ത് വൈൽ ഉപകാരമുള്ള കാര്യങ്ങൾ കേട്ടോ. വർത്ത് വൈൽ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ. വർത്ത് വൈൽ തിങ്സ് ടു ഡു, ഏകൽ മരിക്കാൻ പോവുകയല്ലേ, എന്നാൽ മരിക്കുന്നതിന് മുമ്പ് വലിയ നല്ല ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം. ഇഫ് ഐ വെയർ റിപ്രീവ്ഡ് മീൻസ് ക്യാൻസൽഡ് അല്ലേ. ഇവിടെ എന്താ ക്യാൻസൽഡ് ആകുന്നത്? ഇഫ് ഹീസ് ഡെത്ത് ഈസ് ക്യാൻസൽഡ്, അദ്ദേഹത്തിൻ്റെ ആ മരണം ഒഴിവാവുകയാണെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചു ജീവിതത്തിൽ ഒരുപാട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചില്ലേ. അപ്പോൾ നമുക്ക് ഇൻ ദ ബിഗിനിങ് ഹി വാസ് ടോട്ടലി ഡിപ്രസ്ഡ്, ആരംഭത്തിൽ ഭയങ്കര നിരാശ തോന്നി. പക്ഷേ അദ്ദേഹം എന്താ തീരുമാനിച്ചേ? എനിവേ ഹീ ഈസ് ഗോയിങ് ടു ഡൈ, ഏതൊക്കെയാലും ഞാൻ മരിക്കാൻ പോവുകയാണ്. സോ ലെറ്റ് മീ ഡൂ സംതിങ്
വർത്ത് വൈൽ തിങ്സ്. ഏക്കൽ മരിക്കാൻ പോകും, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് ആര് തീരുമാനിച്ചു? സ്റ്റീഫൻ ഹോക്കിംഗ്. അതിനുള്ള കണ്ടീഷൻ എന്താ? ഈ 5 പേർ റിപ്രീവ്ഡ് കേട്ടോ. അദ്ദേഹത്തിന് ആ മരണം ഒഴിവാവുകയാണെങ്കിൽ, ആ മരണം താമസിക്കുകയാണെങ്കിൽ, പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഞാൻ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. റിപ്രീവ്ഡ് അർത്ഥം ക്യാൻസൽഡ് കേട്ടോ, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റിവെക്കുക. അനദർ റിക്കറിങ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. റിക്കറിങ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഇങ്ങനെ കൂടെ കൂടെ സംഭവിക്കുന്ന. അനദർ റിക്കറിങ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസ്. സാക്രിഫൈസ് അർത്ഥം ത്യാഗം ചെയ്യുക അല്ലെങ്കിൽ ത്യജിക്കുക കേട്ടോ. സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. അദ്ദേഹം തീരുമാനിച്ചത് എനിവേ ഹീസ് ഗോയിങ് ടു ഡൈ, സോ ലെറ്റ് മീ സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൽ കുറേ ത്യാഗമൊക്കെ ചെയ്തുകൊള്ളാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആഫ്റ്റർ ഓൾ if I were going to die, I might as well do some good. അദ്ദേഹം എന്നാ തീരുമാനിച്ചത് അല്ലേ? ആഫ്റ്റർ ഓൾ ഇഫ് ഐ വെർ ഗോയിങ് ടു ഡൈ, ഞാൻ ഏക്കൽ മരിക്കാൻ പോവുകയാണല്ലോ. ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്, ഏക്കൽ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തേക്കാം. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞാൽ റിക്കവർ അല്ലെങ്കിൽ ഭേദപ്പെടുക കേട്ടോ. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ വിചാരിച്ചത് ഹോപ്പ് അർത്ഥം പ്രതീക്ഷ. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഡോക്ടർമാർ പ്രതീക്ഷിച്ചു ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചപ്പെടും എന്നാണ് ഡോക്ടർമാർ വിചാരിച്ചത്. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. റാപ്പിഡ്ലി മീൻസ് ക്വിക്കലി, ഫാസ്റ്റ് കേട്ടോ. അഗ്രവേറ്റഡ് മീൻസ് ബിക്കെയിം വേഴ്സ്. പക്ഷേ ഡോക്ടർമാരാണ് വിചാരിച്ചത്, ഡോക്ടേഴ്സ് തോട്ട് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ കുറേ കൂടെ മെച്ചപ്പെടും, സ്റ്റെബിലൈസ് ആകും കേട്ടോ. ഒരു സ്ഥിരമായിട്ട് വ്യത്യാസം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. അഗ്രവേറ്റഡ് അർത്ഥം ബിക്കെയിം വേഴ്സ്, വഷളായി കേട്ടോ. ആ രോഗത്തിൻ്റെ അവസ്ഥ പെട്ടെന്നാണ് കൂടുതൽ വഷളായി മാറിയത്. They soon informed him that he had only about 2 more years to live. They means doctors. Doctors എന്നാ പറഞ്ഞ്? They soon informed. Informed എന്ന് പറഞ്ഞാൽ അറിയിക്കുക കേട്ടോ. എന്നാ ഇൻഫോം ചെയ്ത്? He had only about 2 more years to live. ഡോക്ടേഴ്സ് അവനോട് പറഞ്ഞു, സ്റ്റീഫൻ ഹോക്കിംഗ്, യു വുഡ് ലീവ് ഓൺലി ഫോർ 2 more years. സ്റ്റീഫൻ ഹോക്കിങ്, നിൻ്റെ ആയുസ് ലൈഫ് സ്പാൻ ഓൺലി ഫോർ 2 more years. നിനക്കിനി വെറും 2 വർഷത്തെ ആയുസേ ഉള്ളൂ എന്നാണ് ഡോക്ടർമാർ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് പറഞ്ഞത്. 2 years പാസ്ഡ്. ഡോക്ടർമാർ പറഞ്ഞ 2 വർഷം കഴിഞ്ഞു. ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സ്ലോവ്ഡ് അല്ലേ? എൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ എന്താ വഷളാവുന്നത് അല്പം ഒന്ന് ഡൗൺ ആയി, സ്ലോ ആയി കേട്ടോ. ഐ ഡിഡ് നോട്ട് ഡൈ. അദ്ദേഹം പറയുകയാണ്, ഐ ഡിഡ് നോട്ട് ഡൈ, ഞാൻ മരിച്ചില്ല. ഇൻ ഫാക്ട് ഓൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ അല്ലേ? പക്ഷേ എൻ്റെ ഫ്യൂച്ചർ, ഭാവിയുടെ മുകളിൽ എന്താ എപ്പോഴും ഒരു കാർമേഘം അല്ലേ? ഏത് സമയം ആ കാർമേഘം മഴയായി പെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം നമ്മളെന്തെങ്കിലും ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അന്നേരമാണ് ആകാശം ഇങ്ങനെ കാർമേഘത്താൽ മൂടിപ്പെട്ട് കിടന്നാൽ എന്നാ സംഭവിക്കുന്നത്? മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉണങ്ങാനിട്ടിരിക്കുന്നത് അതൊക്കെ നനഞ്ഞു പോകും. ഇപ്പം ഇവിടെ ഹി ഹാഡ് എ ബിഗ് ഡ്രീം. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. ഒരു ശാസ്ത്രജ്ഞനാവുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം. പക്ഷേ അസുഖമൊക്കെ അല്പം കുറവായി. സ്റ്റിൽ ഓൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. പക്ഷെ എന്തിലും തലയുടെ മുകളിൽ ഇങ്ങനെ ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ വളരെ ബ്ലീക്കാട്ടോ കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ എപ്പോഴും ഇങ്ങനെ മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ,
സ്റ്റീഫൻ ഹോക്കിംഗ് ഹി വാസ് വെരി ഓപ്റ്റിമിസ്റ്റിക് അല്ലേ. ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി, വിശ്വാസം കേട്ടോ. ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ നമുക്കെന്താ അറിയോ, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ പാസ്റ്റ് അല്ലേ. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മളിങ്ങനെ തല പുണ്ണാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെന്താ, ഡോണ്ട് വറി അബൌട്ട് ദ ഫ്യൂച്ചർ. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ല. എൻജോയില്ലേ, വാട്ട് ഈസ് പ്രസൻറ്റ്, എൻജോയ് ദ മാക്സിമം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വി ഹാവ് ടു ലീവ് ദ പ്രസൻറ്റ് അല്ലേ, വർത്തമാനകാലം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണ്? ദാറ്റ് ഈസ് ദ പ്രസൻറ്റ് ടൈം, വർത്തമാനകാലം. അത് നന്നായി അധ്വാനിച്ച് പഠിച്ച് മിടുക്കരാകാൻ ശ്രമിക്കുക കേട്ടോ. ലെറ്റ് us എൻജോയ് ദ ലൈഫ്. നമ്മുടെ പ്രസൻറ്റ് ലൈഫാണ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യേണ്ടത്. ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് അല്ലേ. ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? അംഗവൈകല്യം കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസബിലിറ്റി. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് നോട്ട് ഏബിൾ ടു മൂവ്, ഹി വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കംപ്ലീറ്റായി ഡിസേബിൾഡായി ആര് മാറി? സ്റ്റീഫൻ ഹോക്കിംഗ്. ആൻഡ് ഡെത്ത് അല്ലേ, ടോട്ടൽ ഡിസബിലിറ്റി ഫോളോഡ് ബൈ ഡെത്ത്. ഇപ്പോൾ അനങ്ങാൻ പോലും മേലാത്ത അവസ്ഥയാണ്. അതിനുശേഷം ഉടനെ തന്നെ ആര് മരിക്കും? സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കും. ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി അല്ലേ. ഇത് രണ്ടും ഉറപ്പാണ് കേട്ടോ. വാട്ട് ഈസ് സേട്ടൻ? സേട്ടൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഡെത്ത് ഈസ് സേട്ടൻ അല്ലേ. മരണം നോക്കിയേ, നോട്ട് ടു ഡിസ്റ്റൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരുപാട് നാൾ അദ്ദേഹം ജീവിക്കുകയല്ലോ കേട്ടോ. ഉടനെ തന്നെ അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. ടോട്ടൽ ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി. സോ ഡെത്ത് ഈസ് ഷുവർ. മരണമെന്നുള്ളത് ഉറപ്പായി. വേർ പോസ്റ്റ്പോണ്ട് അല്ലേ. പക്ഷേ the doctors told him that he would live only for 2 more years, which means he met with this rare disease in 1963 and now it is 1965. So according to the prediction made by the doctors, he would live only for 2 years, but he did not die even after 2 years. 2 വർഷം കഴിഞ്ഞിട്ടും സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചില്ല കേട്ടോ. വേർ പോസ്റ്റ്പോണ്ട്. ആ മരണമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കപ്പെട്ടു കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം, അന്ന് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സം ക്വസ്റ്റ്യൻസ് വേർ ലീക്ഡ്. അപ്പോൾ അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ലീക്ഡായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എ ഫ്യൂ എക്സാംസ് വേർ പോസ്റ്റ്പോണ്ട് അല്ലേ. ആ പരീക്ഷ മാറ്റിവെക്കുകയാണ്, നീട്ടിവെക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഹിസ് ഡെത്ത് വാസ് പോസ്റ്റ്പോണ്ട്. അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കപ്പെട്ട അവസ്ഥയാണ്. ഹോക്കിംഗ് ഹാഡ് ഈസ് റിപ്രീവ്. അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ മാറ്റിവെക്കപ്പെട്ടു. എ പ്രിക്കേരിയസ് ആൻഡ് എ ടെമ്പററി വൺ. പ്രിക്കേരിയസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിളാണ് കേട്ടോ. എന്നാൽ സ്ഥിരതല്ല, ഒരു അൺസ്റ്റേബിളാണ്. ആൻഡ് എ ടെമ്പററി വൺ. ഇത് തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. ബട്ട് ലൈഫ് വാസ് പ്രേഷ്യസ് അല്ലേ. പക്ഷെ നമുക്ക് നോക്കി, വി ഹാവ് ഓൺലി വൺ ലൈഫ്, ലെറ്റ് us എൻജോയ് കേട്ടോ. നമ്മളെ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? കള്ളു കുടിച്ചോ അല്ലെങ്കിൽ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കാണല്ലോ കേട്ടോ അല്ലേ. ആസ് എ സ്റ്റുഡൻറ്റ് യു മസ്റ്റ് എൻജോയ് കേട്ടോ, ഈവൻ വൈൽ സ്റ്റഡിങ്. പഠിക്കുന്നത് എന്ത് ചെയ്യണം? ആസ്വദിച്ച് വേണം പഠിക്കാൻ. വൈൽ ഈറ്റിംഗ് യു മസ്റ്റ് എൻജോയ് ആൻഡ് ഈറ്റ്. ഭക്ഷണം കഴിക്കുമ്പോഴും ആസ്വദിച്ച് വേണം കഴിക്കാൻ. വൈൽ പ്രേയിങ് യു മസ്റ്റ് എൻജോയ് ആൻഡ് പ്രേ. പ്രാർത്ഥിക്കുന്ന സമയത്തും ആസ്വദിച്ച് വേണം ചെയ്യാൻ. വൈൽ പ്ലേയിങ് അല്ലേ, കളിക്കുന്ന സമയത്തും എൻജോയ് ആൻഡ് പ്ലേ. അപ്പോൾ നമ്മൾ വാട്ട് എവർ ആക്ടിവിറ്റീസ് വി ഡു, നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും എൻജോയ് ആൻഡ് ഡു അല്ലേ. അപ്പം സി വെൻ ടീച്ചേഴ്സ് ടീച്ച് യു അല്ലേ, ടീച്ചേഴ്സ് എൻജോയ് ആൻഡ് ടീച്ച് യു. ഇപ്പോൾ ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ, ഐ റിയലി എൻജോയ് ആൻഡ് ടീച്ച് യു. ഇപ്പോൾ നമുക്ക് ഈ വോയിസ് റെക്കോർഡ് അല്ലാണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ അല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് ചെയ്യണം? എൻജോയ് ആൻഡ് ഡു അല്ലേ. പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? എൻജോയ് ആൻഡ് ഡു കേട്ടോ.
ആസ്വദിച്ച് വേണം പഠിക്കാൻ. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ബട്ട് ലൈഫ് വാസ് പ്രേഷ്യസ്. സി, സോ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ലൈഫാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം വി ഹാവ് ഓൺലി വൺ ലൈഫ് ആൻഡ് ലെറ്റ് us എൻജോയ് ദ പ്രസൻറ്റ്. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. At a New Year's party at St. Albans, അദ്ദേഹത്തിൻ്റെ പഠിച്ച ആദ്യത്തെ പ്രൈമറി സ്കൂളാണ്. ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റിന് മുമ്പ് ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. അപ്പം ഹോക്കിംഗ് ആരെയാണ് കണ്ടുമുട്ടിയത്? ജെയിൻ വൈൽഡ് എന്ന സ്ത്രീയെ കണ്ടുമുട്ടി. ടു ഹെർ ദിസ് ഡിഷബിൾഡ് ഗ്രാജുവേറ്റ്. ഡിഷബിൾഡ് മീൻസ് അൺടൈഡി അല്ലേ? അൺടൈഡി. കാരണം നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിംഗ് ഹി ഗ്രൂ ഹിസ് ഹെയർ ലോങ് അല്ലേ? നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്താ? ഇപ്പം മിക്ക പെൺകുട്ടികൾക്കും എന്താണ്, മിക്കവാറും മുടിയൊക്കെ നീട്ടി അല്ലേ? മുടിയൊക്കെ നീട്ടി ഷേവൊന്നും ചെയ്യാത്ത, നിവർത്തേണ്ട അലക്കവും കുളിക്കില്ലാത്ത ആൾക്കാരുടെയാണ് ഇപ്പോഴത്തെ മിക്ക പെൺകുട്ടികൾക്കും ഒരു അട്രാക്ഷൻ അല്ലേ? എന്താണെന്നറിയത്തില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ട്രെൻഡായിരിക്കാം. നമ്മളെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ഭാഗത്ത് കേസല്ല. To her means to Jane Wilde. This disheveled graduate. Disheveled means ആരെ ഉദ്ദേശിച്ച അൺടൈഡി, അതായത് സ്റ്റീഫൻ ഹോക്കിംഗ്. ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ് അല്ലേ? അവൾ ഇതാണ് ഇവർക്ക് മനസ്സിലായി സ്റ്റീഫൻ ഹോക്കിംഗ് ഈസ് ടെറിബിളി ഇൻ്റലിജൻറ്റ്. ഭയങ്കര ബുദ്ധിമാനാണ്, പഠിപ്പിസ്റ്റാണ്. എക്സെൻട്രിക് കേട്ടോ. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഒരല്പം നമ്മൾ പറയാറില്ലേ, ഒരു പിരി വിട്ടുപോയെന്ന് പറയാറില്ലേ? വെച്ചാൽ ഒരല്പം ലൂസുള്ള പോലെ എക്സെൻട്രിക്. ആൻഡ് റാദർ അരഗൻ്റ്, വളരെ അരഗൻ്റായ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു കേട്ടോ, ഒരു ഇംപൊളൈറ്റായിട്ട് സംസാരിക്കുന്ന. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. വിറ്റർത്ഥം തമാശ. പക്ഷേ അവൾക്ക് അവനോട് ഭയങ്കര താല്പര്യം തോന്നി. അവിടെ എന്ത് ചെയ്തു? ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അവൻ്റെ ആ തമാശയൊക്കെ ജെയിൻ വൈൽഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. സ്റ്റേറ്റ് അർത്ഥം അവസ്ഥയാട്ടോ അല്ലേ? സ്റ്റേറ്റ് അർത്ഥം അവസ്ഥയാണ്. സ്റ്റേറ്റ് അർത്ഥം അവസ്ഥയാണ്. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഡിസ്ചാർജായി. ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. ഐ തിങ്ക് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ് അല്ലേ? വിൽ എന്ന് പറഞ്ഞാൽ എന്നാ? വിൽ പവർ, ഇച്ഛാശക്തി. അവർക്ക് തോന്നി സ്റ്റീഫൻ ഹോക്കിങ്ങിന് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു. ഹി വാസ് വെരി കൺഫ്യൂസ്. അദ്ദേഹത്തിന് ആകെപ്പാടെ കൺഫ്യൂഷൻ കേട്ടോ. When Jane met him again after his discharge from the hospital, he was really in a pathetic state. സ്റ്റേറ്റ് അർത്ഥം അവസ്ഥ. അപ്പം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി കണ്ടപ്പോഴത്തേനും സ്റ്റീഫൻ ഹോക്കിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഐ തിങ്ക് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. അദ്ദേഹത്തിന് ജീവിക്കണമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. വില്ലർത്ഥം വിൽ പവർ, ഇച്ഛാശക്തി. ഹി വാസ് വെരി കൺഫ്യൂസ്. സ്റ്റീഫൻ ഹോക്കിങ് ആപ്പടെ ഭയങ്കര കൺഫ്യൂഷനായി. ഷീ കമൻറ്റഡ്, അവൾ ജെയിൻ വൈൽഡ് പറയുകയാണ്. ഷീ വാസ് നോട്ട് ഹവർ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ കേട്ടോ. ഷീ വാസ് നോട്ട് ഹവർ പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാതിരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഹിൻഡർ,
തടസ്സപ്പെടുത്തുക. ഷീ വാസ് നോട്ട് ഹവർ പുട്ട് ഓഫ്. സോ ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മാനസികാവസ്ഥ അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ശാരീരികാവസ്ഥ വളരെ ദയനീയമായിരുന്നു. പക്ഷേ എന്നും വെച്ചുകൊണ്ട് ഇതൊന്നും അവളെ ബാധിച്ചോ? ഇല്ല. ഷീ വാസ് റാദർ എ ഷൈ ടീനേജർ അല്ലേ, ഒരല്പം എന്താണ് ടീനേജ് എന്ന് പറഞ്ഞാൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ കാണുന്നതോടാണ് ടീനേജർ എന്ന് പറഞ്ഞു കേട്ടോ, കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ. എ ഷൈ ടീനേജർ കേട്ടോ, ഒരല്പം നാണം കുണുങ്ങിയാണ് അല്ലേ. സീരിയസ് മൈൻഡഡ് എന്നാൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും, പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താ, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. സി ഓൾ ഓഫ് us ഷുഡ് ഹാവ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. അതാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട വലിയ കാര്യമാണെന്ത്, ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രൈൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. ഇൻഗ്രൈൻഡ് മീൻസ് ക്ലിയർലി ഫിക്സഡ് കേട്ടോ അല്ലേ, ക്ലിയർലി ഫിക്സഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഇവൾക്ക് എന്നുപോലെ ലഭിച്ചതാ, ചെറുപ്പം മുതൽ തന്നെ ഇവളുടെ അമ്മ ഇവൾക്ക് കൊടുത്തൊരു കഴിവാട്ടോ. എന്താണ്, ഹാവ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഫെയ്ത്ത് അർത്ഥം വിശ്വാസം, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ആൻഡ് എ ബിലീഫ് ദാറ്റ് strong with a strong faith in God from God, faith in God ingrained from childhood. അർത്ഥം കുട്ടിക്കാലം മുതൽ തന്നെ ഇവക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഈ വിശ്വാസം കൊടുത്താരാ, ഹെർ മദർ. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി അർത്ഥം പ്രതികൂല സാഹചര്യം അല്ലേ, ഏത് പ്രതികൂല സാഹചര്യമായാലും അതിൽ നിന്നൊക്കെ അവസാനം എല്ലാം നല്ലതായി തീരും എന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു, ജെയിൻ വൈൽഡിന് ഉണ്ടായിരുന്നു. ഹോക്കിംഗ് അഡ്മയർഡ് ഹെയർ ഓപ്റ്റിമിസം. അഡ്മയർ എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് സം വൺ വെരി മച്ച്, ഒരാളെ ഒരുപാട് ഇഷ്ടപ്പെടുക, ആരാധിക്കുക കേട്ടോ അല്ലേ, അഡ്മയർ ചെയ്യുക, ആരാധിക്കുക, ഇഷ്ടപ്പെടുക. അഡ്മയർഡ് ഹെയർ ഓപ്റ്റിമിസം അല്ലേ, ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ, ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഇവളുടെ ആ ശുഭാപ്തി വിശ്വാസത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരുപാട് താല്പര്യം തോന്നി. ആൻഡ് ദർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗാൻ ടു റിയലൈസ്. കുറേ കഴിഞ്ഞപ്പം രണ്ടുപേരും റിയലൈസ് മീൻസ് അണ്ടർസ്റ്റാൻഡ്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താ, ഇൻ ജെയിൻസ് വേഴ്സ് ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ അല്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡു മെനി വർത്ത് വൈൽ തിങ്സ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ജെയിൻ പറയുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡു വണ്ടേഴ്സ്, നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ജെയിൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് പറയുകയാണ്. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. സോ ദ വേർഡ്സ് ഓഫ് ജെയിൻ വൈൽഡ് അല്ലേ, ജെയിൻ വൈൽഡിൻ്റെ ഈ വാക്കുകൾ, ഏത് വാക്കാണ്, ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ, നമ്മൾ രണ്ടുപേരുടെ ഒരുമിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ ദീസ് വേർഡ്സ് ഓഫ് ജെയിൻ വൈൽഡ് റിയലി മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പം ജെയിൻ വൈൽഡിൻ്റെ ഈ വാക്കോട്ടോ, എന്താ വാക്കേതാ, ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ജെയിൻ വൈൽഡിൻ്റെ ഈ വാക്കുകളാണ് ശരിക്കും ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. He applied for a research fellowship at Case, one of the colleges in Cambridge University. ഉടനെ തന്നെ ഫെലോഷിപ്പ്
ഫെലോഷിപ്പ് അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് വേണ്ടി അദ്ദേഹം കേസ് എന്ന കോളേജിൽ അപ്ലൈ ചെയ്തു. ഇൻ 1965 അറ്റ് ദ ഏജ് ഓഫ് 23 ഹോക്കിംഗ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കേസ്. അങ്ങനെ ആദ്യത്തെ ഫെലോഷിപ്പ് 1965 ലഭിച്ചു. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വെർ മാരീഡ്. ആ വർഷം ജൂലൈ ആയപ്പോഴത്തേനും ജെയിനും സ്റ്റീഫൻ ഹോക്കിങ്ങും തമ്മിലുള്ള വിവാഹം നടന്നു. പീപ്പിൾ ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1960s റീകോൾ ഹിം മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡേഴ്സ് വിത്ത് എ കെയിൻ. കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചൂരലല്ലേ, അല്ലെങ്കിൽ വടിയാട്ടോ. അപ്പം ഒരു വടിയോട് വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്റ്റാഫ്, ഒരു കെയിൻ, ചൂരൽ അല്ലെങ്കിൽ വടിയുടെ സഹായത്തോടുകൂടിയാണ് കോറിഡേഴ്സ് എന്ന് പറഞ്ഞാൽ വരാന്ത അല്ലെങ്കിൽ ഇടനാഴി കേട്ടോ. അപ്പം ആ വരാന്ത അല്ലെങ്കിൽ ഇടനാഴി കൂടെ ഒരു ചൂരൽ അല്ലെങ്കിൽ വടിയുടെ സഹായത്താലാണ് സ്റ്റീഫൻ ഹോക്കിങ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗൻസ്റ്റ് ദ വാൾ അല്ലേ. അപ്പോൾ ഒരു കയ്യിൽ വടി, മറു കയ്യിൽ എന്താണ്? ഒരു കയ്യിൽ വടി, മറ്റേ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഭിത്തിയിൽ പിടിച്ചാണ് സ്റ്റീഫൻ ഹോക്കിങ് പൊയ്ക്കൊണ്ടിരുന്നത്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. ഇംപെഡിമെൻറ്റ് മീൻസ് ബാരിയർ, തടസ്സം കേട്ടോ. ഇംപെഡിമെൻറ്റ് മീൻസ് ബാരിയർ, തടസ്സം. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ്. അപ്പോൾ ഒരു പറയുമ്പോഴൊക്കെ അല്പം തടസ്സമുണ്ട്, ബാരിയറുണ്ട്, തടസ്സമാണ്. ബട്ട് മോർ ദാൻ ദാറ്റ് ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ്. ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്നെസ് ആണ് കേട്ടോ, കറേജ്, ധൈര്യം. അപ്പം അല്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹി വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെയിൻ ഇൻ വൺ ഹാൻഡ് ആൻഡ് അതർ ഹാൻഡ് ഓൺ ദ വാൾ. ഒരു കയ്യിൽ വടി, മറ്റു കൈ ഭിത്തിയെ പിടിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ദെൻ ഹി ഹാഡ് ദ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് വെരി ബോൾഡ് അല്ലേ. ഹി വാസ് വെരി കറേജിയസ്. ഇതെല്ലാ പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്നു, ബോൾഡായിരുന്നു. ഇൻ എ സെഷൻസ് ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് scientists. Okay, it is enough for today.